Hello friends, this is Milan and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ macOS Monterey എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം അതിൻ്റെ ഏതാനും ചില ഫീച്ചേഴ്സാണ്. macOS Monterey എങ്ങനെ നമ്മുടെ ഡിവൈസിൽ അപ്ഗ്രേഡ് ചെയ്യണം അതിനുവേണ്ടി നിങ്ങൾ സിസ്റ്റം പ്രിഫറൻസ് ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുള്ള അപ്ഡേഷൻ ഇവിടെ കാണിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതാണ് macOS Monterey. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തേക്കുവാണ്. അതിൻ്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 12 GB അടുത്ത് വരും. അപ്പം ഇതാണ് macOS Monterey. ഇവിടെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് നൗ എന്ന് പറയുന്ന ആ ബട്ടണിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ OS അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഫൈനലി നമ്മൾ macOS Monterey ഇൻസ്റ്റാൾ ആക്കി. ഇനി നമുക്ക് ഇതിൻ്റെ ഏതാനും ചില ഫീച്ചേഴ്സിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ലോക്ക് സ്ക്രീനിൽ തുടങ്ങാം. കാരണം അവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ലോക്ക് സ്ക്രീനിലാണ്. ലോക്ക് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം macOS ബിഗ് സർ മുതലുള്ളതാണ് നമുക്ക് മീമോജീസ് ആഡ് ചെയ്യാൻ സാധിക്കും നമുക്കിങ്ങനെ, അതും ചെറിയ ആനിമേറ്റഡ് ആയിട്ടുള്ള. പക്ഷേ ഇതിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളിപ്പം റോങ് ആയിട്ടുള്ള പാസ്വേഡ് എൻട്രി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മീമോജി നോക്കണം, അതുകൊണ്ടോ അത് റിയാക്ട് ചെയ്യും. ഇപ്പം അത് റിയാക്ട് ചെയ്യുന്നത് റോങ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫേസ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. വീണ്ടും ഞാൻ റോങ് പാസ്വേഡ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാം അത് വീണ്ടും റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ റോങ് ആയിട്ടുള്ള പാസ്വേഡ് എൻ്റർ ചെയ്യുന്നതനുസരിച്ച് മീമോജി റിയാക്ട് ചെയ്യും. ഇനി രണ്ടാമത് ഈ ഒരു മീമോജി നമുക്ക് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ സിസ്റ്റം പ്രിഫറൻസസ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാം. അതിൽ ആ ഒരു മീമോജിയുടെ അവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പേജ് പോപ്പപ്പ് ആവും. ഇതിൽ നിങ്ങൾക്ക് ധാരാളം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മീമോജീസ് നിങ്ങളുടെ യൂഷ്വൽ ആയിട്ടുള്ള ഐഫോണിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന മീമോജീസ് ഇവിടെ കാണാൻ സാധിക്കും. ഇനി അതുപോലെ നിങ്ങൾക്ക് പുതിയ മീമോജീസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിനുവേണ്ടി നിങ്ങൾ ഈ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐഫോണിലും ഐപാഡിലും ഒക്കെ അവൈലബിൾ ആകുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഏതെങ്കിലും ഇമോജി ഇവിടെ സെറ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇമോജി സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഇമോജിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ആക്ച്വൽ ഇമോജി. അതുപോലെ നിങ്ങൾക്കത് നിങ്ങളുടെ ആ ഒരു സൈസിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ അതും നിങ്ങൾക്ക് സ്കെയിലൊക്കെ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് പോസുകൾ നമുക്കിവിടെ ഓൾറെഡി കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള പോസുകൾ കൊടുത്തിട്ടുണ്ട്, അത് സെലക്ട് ചെയ്യാം. അതുപോലെ സ്റ്റൈൽ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതെല്ലാം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇമോജി സെക്ഷനിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിലും ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മളെ ഈ കിടക്കുന്ന ഇമോജീനെ നമുക്ക് റീ എഡിറ്റ് ചെയ്യാനും സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. പിന്നീട് macOSൽ വന്ന പുതിയൊരു ഫീച്ചറാണ് നമ്മൾ ഐഫോണിലുള്ള പോലെ ഐഫോണിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇറേസ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളിപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഐഫോൺ വിൽക്കുന്ന സമയത്ത് നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളത് ഇറേസ് ഓൾ കണ്ടൻറ്റ്സ് ആൻഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ സെയിം ഓപ്ഷൻ നമുക്കിപ്പം macOSൽ അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ ഈ കാണുന്ന പോലെ ഇറേസ് ഓൾ കണ്ടൻറ്റ്സ് ആൻഡ് സെറ്റിങ്സ് അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ മാക്ക് നിങ്ങൾ വിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഈ ഇറേസ് ഓൾ കണ്ടൻറ്റ് ആൻഡ് സെറ്റിങ്സ് നമ്മൾ ഐഫോണിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവിടെ ആക്ട് ചെയ്യുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങൾ ടച്ച് ഐ ഡി, അതേപോലെ ആക്സസറീസ്, ഫൈൻ മൈ, ആക്ടിവേഷൻ ലോക്ക്, ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും ഒരൊറ്റ സിംഗിൾ ക്ലിക്കിൽ. ഇതിലെ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഓട്ടോ സൈസിങ് വിൻഡോസ് ആണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ മാക്ക് മറ്റൊരു ഡിസ്പ്ലേ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് നമുക്ക് കാണിക്കാൻ നമ്മുടെ സൈഡ് കാർ ഉപയോഗിച്ച് നമ്മുടെ ഐപാഡുമായിട്ട് കണക്ട് ചെയ്യാം. ഇപ്പം ഡിസ്പ്ലേയുടെ ഓപ്ഷനിൽ പോവുക. അതിൽ നിങ്ങൾക്ക് ആഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞത് ഐപാഡ്, ഇവിടെ എൻ്റെ ഐപാഡ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി അതുമായിട്ട് കണക്റ്റ് ആവും. കണക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സൈഡ് കാർ ഇവിടെ ആക്ടിവേറ്റ് ആയിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു വിൻഡോ ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്യും. ഇപ്പം ഞാൻ ഈ ഒരു സഫാരി ഓപ്പൺ ചെയ്തു. ഇത് മാക്കിൻ്റെ ഡിസ്പ്ലേയിൽ ഇത്രയും വലിയൊരു വിൻഡോ ആണുള്ളത്. ഇനി ഞാൻ ഈ ഒരു സെയിം സാധനം ഇപ്പോഴത്തെ ഐപാഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കാണാം അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സൈസിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്തു. ഓട്ടോമാറ്റിക്കലി അത് നേരെ തിരിച്ച് ഇവിടെ മാക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി റീസൈസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഡിസ്പ്ലേയുടെ ആ റെസൊല്യൂഷൻ അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വിൻഡോസ് റീസൈസ് ചെയ്യുന്നതാണ്. പിന്നീട് നമ്മൾ iOSന് സിമിലറായിട്ട് മറ്റൊരു ചേഞ്ച് കൊണ്ടുവന്നേക്കുന്നത് നിങ്ങൾക്കിവിടെ ഏറ്റവും ടോപ്പിൽ നമ്മൾ ആ ഒരു ടൈം എഴുതിയേക്കുന്ന സൈഡിലായിട്ടൊരു ഓറഞ്ച് ഐക്കൺ അല്ലെങ്കിൽ ഓറഞ്ച് ഡോട്ട് കാണാൻ സാധിക്കും. അത് നമ്മുടെ പ്രൈവസി ടാഗാണ്. നിങ്ങൾക്കറിയാം iOS 14 മുതൽ നമുക്ക് കൊണ്ടുവന്നൊരു ഫങ്ഷനാലിറ്റി ചെയ്യുന്ന ഈ ഒരു പ്രൈവസി ടാഗ്. അതായത് നമ്മൾ മൈക്രോഫോണാണോ ക്യാമറയാണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് ആ ഒരു പ്രൈവസി ടാഗ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഓറഞ്ച്, ഗ്രീൻ കളർ ഡോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു സെയിം സിസ്റ്റം അല്ലെങ്കിൽ സെയിം ഫങ്ഷനാലിറ്റി ഇപ്പം macOSലും നമുക്ക് അവൈലബിൾ ആണ്. പിന്നീട് നമ്മൾ macOSൽ മൊത്തത്തിൽ റീവാമ്പ് ചെയ്തേക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിമിലർ ടു iOS നമ്മുടെ നോട്ടിഫിക്കേഷൻ സെൻറ്ററാണ്. നിങ്ങൾക്കിവിടെ കാണാൻ നമ്മുടെ നോട്ടിഫിക്കേഷൻ സെൻറ്റർ അതിൽ നമ്മളുടെ മെസ്സേജസും കാര്യങ്ങളും എല്ലാം iOSനെ റിസംബിൾ ചെയ്യുന്ന രീതിയിലാണ്. ഇതിൽ നമുക്ക് കാണാം iOSനെ റിസംബിൾ ചെയ്യുന്ന രീതിയിൽ ലാർജർ ഐക്കൺസ് അതിന് സൈഡിലായിട്ട് ആരാണ് അല്ലെങ്കിൽ മെസ്സേജസ് എന്താണ് അതൊക്കെ കാണിക്കുന്ന രീതിയിലാണ് ഇപ്പം നമ്മുടെ നോട്ടിഫിക്കേഷൻ സെൻറ്റർ നമുക്ക് അവൈലബിൾ ആക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് അറിയാം വിജിറ്റ്സ് കഴിഞ്ഞ വർഷമേ ഉള്ളതാണ്, നമുക്ക് വിജിറ്റ്സ് ആക്സസ് ചെയ്യാം. അതേപോലെ ഇഷ്ടമുള്ള വിജിറ്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണം, അതും ചെയ്യാൻ സാധിക്കും. അതിന് എഡിറ്റ് വിജിറ്റിൻ്റെ ഓപ്ഷനിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക്
ഇഷ്ടം പോലെ വിജിറ്റ്സുകൾ നമ്മുടെ ഐഫോണിൽ അവൈലബിൾ ആയിരിക്കുന്ന പോലെ ധാരാളം വിജിറ്റ്സ് ഇതിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള വിജിറ്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് iOS-ലുള്ള പോലെ സിമിലർ ആയിട്ട് നോട്ടിഫിക്കേഷൻസ് മ്യൂട്ട് ചെയ്യാം, ഹൈഡ് ചെയ്യാൻ ഒക്കെ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ആ നോട്ടിഫിക്കേഷൻ്റെ മേൽ ഹോവർ ചെയ്ത് റൈറ്റ് ക്ലിക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂട്ട് ഫോർ 1 hour, മ്യൂട്ട് ഫോർ 2 days, അതേപോലെ നോട്ടിഫിക്കേഷൻ പ്രിഫറൻസ് അതിൽ പോയിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ iOS-ലുള്ള പോലെ തന്നെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സെറ്റിങ്സ് ഇവിടെയും നമുക്ക് അവൈലബിൾ ആണ്. നോട്ടിഫിക്കേഷൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളെ ഫോക്കസ് മോഡ്. നമുക്കറിയാം iOS-ൽ നമ്മൾ ഫോക്കസ് മോഡിനെ പറ്റി കഴിഞ്ഞ ദിവസം iOS-ലെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഐ ബട്ടണിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഫോക്കസ് മോഡിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. അതിലുള്ള പോലത്തെ സിമിലർ ആയിട്ടുള്ള സെയിം ഫോക്കസ് മോഡാണ് നമുക്ക് ഇവിടെയും അവൈലബിൾ ആക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ ഫോക്കസ് മോഡുകൾ ക്രിയേറ്റ് ചെയ്യാം. ഡു നോട്ട് ഡിസ്റ്റർബ്, കോഡിങ്, അതുപോലെ തന്നെ ഗെയിമിങ്, അങ്ങനെ ഇഷ്ടമുള്ള ഫോക്കസ് മോഡ്സ് എല്ലാം ഇതിലുണ്ട്. നമ്മൾ ഐഫോണിൽ വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു ഷെയർ അക്രോസ് ഡിവൈസ് എന്ന ഓപ്ഷനിൽ നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസിലെല്ലാം തന്നെ നിങ്ങൾക്കിപ്പോൾ ഐഫോണോ ഐപാഡ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഡിവൈസിൽ നിങ്ങൾ എനേബിൾ ചെയ്താൽ ഇതെല്ലാം മറ്റുള്ള ഡിവൈസുകളിലും ഒരേപോലെ എനേബിൾ ആകുന്നതായിരിക്കും. അതാണ് ഈ ഒരു ഷെയർ അക്രോസ് ഡിവൈസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നീട് macOS-ൽ കൊണ്ടുവന്ന മറ്റൊരു ഫംഗ്ഷനാലിറ്റിയാണ് നമ്മുടെ iPadOS 15-ൽ കടവരുത്താണ്. അതായത് ക്വിക്ക് നോട്ട്സ്. അതായത് നമ്മൾ iPadOS-ൽ ബോട്ടം റൈറ്റ് കോർണറിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വിക്ക് നോട്ട്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാലിറ്റി അവൈലബിൾ ആണ്. അത് തന്നെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്കിവിടെ കാണാം എൻ്റെ ഐപാഡിൽ ഞാൻ എന്താണോ അവസാനം ക്വിക്ക് നോട്ടിൽ ആഡ് ചെയ്ത് അതാണ് ഇവിടെ എനിക്ക് അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇവിടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്വിക്ക് നോട്ട് പുതുതായിട്ടും ആഡ് ചെയ്യാനും സാധിക്കും. അപ്പം നമ്മൾ macOS Montereyയിൽ നിങ്ങൾ ബോട്ടം റൈറ്റ് കോർണറിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ നമുക്ക് ഇതുപോലെ പ്രോംപ്റ്റ് ഈ ക്വിക്ക് നോട്ടിൻ്റെ പ്രോംപ്റ്റ് ലഭിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നോട്ടുകളെല്ലാം പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. macOS Montereyയിലെ മറ്റൊരു ഹൈലൈറ്റഡ് ഫീച്ചർ തന്നെയാണ് നമ്മൾ iPadOS-ലും iOS-ലും നാളുകളായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളുടെ സിരി ഷോർട്ട്കട്ട്. അപ്പം macOS Montereyയിൽ നമുക്ക് ഇനി മുതൽ സിരി ഷോർട്ട്കട്ട് അവൈലബിൾ ആണ്. അപ്പം നമ്മളെ ഐഫോണിലും iPadOS-ലും എല്ലാം യൂസ് ചെയ്യുന്ന സെയിം സിരി ഷോർട്ട്കട്ട്സ് എല്ലാം തന്നെ ഇവിടെയും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ iOS-ൽ ഉള്ളതുപോലെ തന്നെ ഗാലറിയും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഷോർട്ട്കട്ട് ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് തപ്പിയെടുക്കാനും യൂസ് ചെയ്യാനും ഒക്കെ സാധിക്കും. വേണ്ടത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതെന്തായാലും വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് സിരി ഷോർട്ട്കട്ട്സ് നമ്മളുടെ macOS-ൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. തീർച്ചയായിട്ടും ഇതിൻ്റെ അഡ്വാൻറ്റേജ് നെക്സ്റ്റ് ലെവൽ തന്നെയാണ്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ macOS-ൽ നമ്മുടെ iOS-ലുള്ള പോലെ തന്നെ ലൈവ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റി ഇവിടെയും നമുക്ക് അവൈലബിൾ ആണ്. അത് ഫോട്ടോസിലാണ് നമുക്ക് അവൈലബിൾ ആകത്തുള്ളൂ. അതായത് നമ്മളിപ്പം ഈ ഒരു ഫോട്ടോ, ഈ ഒരു ഇമേജിൽ നമുക്ക് ധാരാളം ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ കോപ്പി ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റിൻ്റെ മേളിൽ കൊണ്ട് ഹോവർ ചെയ്യുമ്പോൾ നമ്മുടെ മൗസ് ഹോവർ ചെയ്യുമ്പോൾ നമുക്കത് കാണാം, സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ഓരോ വാക്കുകളും അല്ലെങ്കിൽ സെൻറ്റൻസും ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് മറ്റൊരിടത്ത് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ലൈവ് ടെക്സ്റ്റ് ഫംഗ്ഷനാലിറ്റി നമുക്ക് ഇമേജസിൽ അവൈലബിൾ ആണ് നമ്മുടെ ഐഫോണിലുള്ള പോലെ തന്നെ. പിന്നീട് macOS-ൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു ഫംഗ്ഷനാലിറ്റിയാണ് നമ്മുടെ ലോ പവർ മോഡ്. അതിനുവേണ്ടി നമ്മൾ സിസ്റ്റം പ്രിഫറൻസ് അതിൽ ബാറ്ററി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അവിടെ പോകുമ്പോൾ താഴെ ബാറ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് നമ്മൾ ഈ ഒരു ഒത്തൻറ്റിക്കേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കാണാം ലോ പവർ മോഡ് എന്ന് പറയുന്നത്. അതിൽ എഴുതിയിട്ടുണ്ട് യുവർ മാക് വിൽ റെഡ്യൂസ് എനർജി യൂസ് ടു ഇൻക്രീസ് ബാറ്ററി ലൈഫ്. അപ്പോൾ ഈ ലോ പവർ മോഡ് എനേബിൾ ചെയ്തപ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ എനർജി റെഡ്യൂസ് ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ ബാറ്ററി ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യും. പക്ഷേ ഈ ലോ പവർ മോഡിൽ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ എനേബിൾ ചെയ്തുകൊണ്ട് നമുക്ക് എഡിറ്റിംഗ് ഒന്നും പോസിബിൾ അല്ല. അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ ഡിവൈസ് ത്രോട്ടിലാവും. അപ്പം എസ്പെഷ്യലി M1-ൽ നിങ്ങൾക്കറിയാം M1 Mac ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് 4 ഹൈ എഫിഷ്യൻസി കോർ ആണുള്ളത്. പിന്നീട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഹൈ എഫിഷ്യൻസി കോർ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററി ഹെൽത്ത് അല്ലെങ്കിൽ ബാറ്ററി ലൈഫ് ഇമ്പ്രൂവ് ആവും. ഈ ഒരു ലോ പവർ മോഡ് നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ ഓപ്ഷനിൽ മാത്രമല്ല ഈ ഒരു പവർ അഡാപ്റ്ററിൻ്റെ മോഡിലും നമുക്കിത് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഈവൻ നമ്മൾ ചാർജിങ്ങിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മൾ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ലോ പവർ മോഡിൽ ഡിവൈസ് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നീട് macOS-ൽ കൊണ്ടുവന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് വാൾപേപ്പേഴ്സിൻ്റെയും സ്ക്രീൻ സേവറിൻ്റെ കാര്യത്തിലാണ്. അതിനുവേണ്ടി നമ്മൾ സിസ്റ്റം പ്രിഫറൻസ് പോവുക. അവിടെ ഡെസ്ക്ടോപ്പ് ആൻഡ് സ്ക്രീൻ സേവർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ പുതിയ iMac-ലുള്ള ധാരാളം വാൾപേപ്പേഴ്സ്, അതിൻ്റെ എല്ലാ വാൾപേപ്പേഴ്സും തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഇതിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പുതിയ M1 Pro Mac-ലും അതേപോലെ തന്നെ M1 Mac-ലും അവൈലബിൾ ആയിരിക്കുന്ന ആ ഒരു സെയിം വാൾപേപ്പേഴ്സ് നമുക്ക് ഇതിലും അവൈലബിൾ ആണ്. അപ്പം ധാരാളം വാൾപേപ്പേഴ്സ് പുതുതായിട്ട് ആപ്പിൾ macOS-ൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഡാർക്ക് മോഡ്, ലൈറ്റ് മോഡ്, ഡൈനാമിക് മോഡ് അവൈലബിൾ ആണ്. അതായത് ടൈം ബേസ് ചെയ്തിട്ടുള്ളതാണ് ഡൈനാമിക് മോഡ്. അപ്പോൾ രാത്രിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡാർക്കിലേക്കും പകലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് മോഡിലേക്കും ഇത് സ്വിച്ച് ചെയ്യും. പിന്നീട് സ്ക്രീൻ സേവറിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പുതിയ 2 ആനിമേഷൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഒന്ന് macOS Monterey, അതേപോലെ തന്നെ ഹലോ നിങ്ങൾക്കറിയാം നമ്മളുടെ പുതിയ Mac ആയാലും iOS ആയാലും iPadOS ആയാലും എല്ലാം നമ്മൾ
ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഹലോ എന്ന് പറഞ്ഞ് വരും. അത് തന്നെ നമുക്ക് പല കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കളർ മാച്ചിങ് ആയിട്ടുള്ള ഈ ഒരു സ്ക്രീൻ സേവർ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ മോൺട്രെ എന്ന് പറയുന്ന ഈ ഒരു സ്ക്രീൻ സേവറും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ഒരു ആനിമേഷൻ അടിപൊളിയാണ്. നമ്മളെ ആ ഒരു macOS ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഉള്ള ആനിമേഷൻ ആയിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്ക്രീൻ സേവർ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് macOSൽ റീഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളുടെ ഗോ ഫോൾഡറാണ്. അതായത് ഗോ ഫോൾഡർ ഇപ്പം കംപ്ലീറ്റ്ലി ടോപ്പ് ടു ബോട്ടം ആപ്പിൾ റീവാമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. അപ്പം അത് ഡയറക്റ്റ്ലി ആ ഒരു എയർ ഡ്രോപ്പ് അല്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യുന്ന എന്താണോ അതിലേക്ക് ഡയറക്റ്റ്ലി നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇതിന് സിമിലർ ആയിട്ട് നമ്മുടെ ഫൈൻഡർ ടാബിൽ ആപ്പിൾ കൊണ്ടുവന്ന മറ്റൊരു ചേഞ്ചാണ്. നമ്മളിപ്പം ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തു അല്ലെങ്കിൽ ഒരു ഫോൾഡർ നമുക്ക് കാണാം. ആ ഒരു ഫോൾഡറിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഇനി മുതൽ നിങ്ങൾ ഓപ്ഷൻ കീ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ്. macOSൽ നമ്മളുടെ ഓപ്ഷൻ കീ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണാം ആ ഒരു നമ്മളുടെ പാത്ത്, ആ ഒരു പർട്ടിക്കുലർ ഫയലിൻ്റെ പാത്താണ് ഈ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പാത്തിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓരോ കാര്യങ്ങളും, അതായത് നമുക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള യൂസ് എന്ന് പറഞ്ഞ ടാബിലേക്ക് അല്ലെങ്കിൽ മിലൻ തോമസ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിലേക്ക് എനിക്ക് ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് പോകാൻ സാധിക്കും. അതുമാത്രമല്ല നമുക്ക് ഈ ഒരു പാത്ത് ഫോൾഡേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു ഫോൾഡറിലെ സബ് ഫോൾഡറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് കീ ഉപയോഗിച്ച് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ആ ഒരു പാത്ത് ഫോൾഡറിൻ്റെ സബ് ഫോൾഡേഴ്സിലേക്ക് ഇവിടെ നിന്ന് തന്നെ വളരെ എളുപ്പത്തിൽ പോകാൻ സാധിക്കുന്നതാണ്. പിന്നീട് macOS മോൺട്രയിലെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഇത്രയും കാലമായിട്ട് നമ്മളുടെ macOSൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചൊരു ഫങ്ഷനാലിറ്റിയാണ് എയർ പ്ലേ. അതായത് നമ്മളിപ്പം നമ്മളുടെ ഐഫോണിൽ ഒരു പാട്ട് അല്ലെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു മ്യൂസിക് ഞാൻ പ്ലേ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഡയറക്റ്റ്ലി നമ്മളുടെ മാക്കിൽ ടെതർ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ ഈ കാണുന്ന എയർ പ്ലേയുടെ ഓപ്ഷൻ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ മാക്ബുക്ക് എയർ ഇവിടെ കാണാം, മിലൻസ് മാക്ബുക്ക് എയർ, അതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്ലേ ചെയ്യുന്ന സോങ് നമ്മളെ ഈ ഒരു മാക്കിൻ്റെ സ്പീക്കേഴ്സിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതൊരു നല്ല അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം ഇത്രയും നാളുമായിട്ട് ഇല്ലാത്തൊരു കാര്യമായിരുന്നു അത്. ഏറ്റവും അവസാനത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം പ്രിഫറൻസ് നിങ്ങൾ പോകുമ്പം ഇത്രയും കാലമായിട്ട് കാണാത്തൊരു കാര്യമാണ് പാസ്വേഡ്സ്. നിങ്ങൾക്കറിയാം നമ്മുടെ സഫാരിയിൽ നമുക്ക് ബിൽറ്റിനായിട്ട് പാസ്വേഡുകളെല്ലാം തന്നെ നമ്മുടെ ഐഫോണിലും ഐപാഡിലുള്ള എല്ലാ പാസ്വേഡ്സും ഐക്ലൗഡ് വഴി സിങ്ക് ചെയ്ത് നമുക്ക് കീ ചെയിൻ ഉപയോഗിച്ച് നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല, സിസ്റ്റം വൈഡായിട്ടുള്ള എല്ലാ കാര്യത്തിനും നമുക്ക് ഈ ഒരു പാസ്വേഡ്സ് സേവ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് സിസ്റ്റം പ്രിഫറൻസിനകത്ത് ഈ ഒരു ഫങ്ഷനാലിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് പാസ്വേഡ്സ് എല്ലാം തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാ പാസ്വേഡ്സും നമുക്ക് ഡയറക്റ്റ്ലി ഇവിടുന്ന് ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു പുതിയ പാസ്വേഡ് ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ macOS മോൺട്രയിലെ ആപ്പിൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏതാനും ചില ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ വീഡിയോസ് macOSനെ പറ്റി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ ബേസിക് തൊട്ട് ഒരു പുതിയതായിട്ട് മാക് വാങ്ങുന്ന ഒരാൾക്ക് വേണ്ട അല്ലെങ്കിൽ അറിയേണ്ട കാര്യങ്ങൾ തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.